പരിസവനമേ ഭ്രാന്തമേ വാവിള ഞങ്ങൾക്ക് വേണ്ടിപ്പോയി ഞാൻ വന്ന സമയത്ത് ഭ്രാണ്ട് ഉപേക്ഷിച്ചു കൊള്ളമേ. ആമേ. ഓഹ് എൻ്റെ കർത്താവേ, പിന്നെ എൻ്റെ മക്കളെയൊക്കെ കാത്തോളമേ. ഓഹ് എൻ്റെ ഒരു പ്രാർത്ഥന കൊണ്ടും ഈ കൊന്തയിൽ കൊണ്ടൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പോകുന്നത്. പക്ഷെ ഇതിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും മനസ്സിലാവുമോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഓ ഭക്തിയും പ്രാർത്ഥനയും കൊണ്ട് ഏത് സമയവും കൊന്ത വിട്ടില്ല അവരോട്, ഏത് സമയവും പ്രാർത്ഥന, ഏത് സമയവും മുട്ടയടച്ചില്ല അവരോട്. ഒന്ന് ഇത്രയും പിള്ളേരൊക്കെ ഉള്ളത് മക്കൾ ഇതിനൊക്കെ ഇങ്ങോട്ട് താട്ടിറങ്ങിയിരുന്ന് മുട്ടയെന്ന് പ്രാർത്ഥിച്ചുകൂടെ? ഈ വയസ്സായിട്ട് പോലും ഞാൻ മുട്ടയെന്ന് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഒറ്റ ഇതുകൊണ്ടാണ്. പക്ഷെ ഇവിടുന്നുണ്ടല്ലോ എല്ലാം തീർന്ന് മുകളിലോട്ട് ചെല്ലുന്നൊരു ദിവസം തമ്പുരാൻ്റെ മുന്നിൽ ഇതുങ്ങളൊക്കെ കണക്ക് കൊടുക്കേണ്ടത്. എൻ്റെ പ്രാർത്ഥന എത്ര നാൾ കൊണ്ട് നിങ്ങളെ താങ്ങി നിർത്താൻ പറ്റും? എത്ര നാളെന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയും ഭക്തിയും കൊണ്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഈ എണ്ണയും കുഴമ്പും തേച്ചില്ല, ഒരു ദിവസം തേച്ചില്ലെങ്കിൽ മുട്ടിനുണ്ടല്ലോ എന്നാ വേദനയാണെന്നറിയോ. ഇതായിരിക്കും കുഴമ്പൊന്ന് തേക്കാം. അമ്മേ ഭയങ്കര വേദന. എന്താ പറഞ്ഞാൽ ഇതുണ്ടല്ലോ കാച്ചിയ കുഴമ്പും എണ്ണയൊക്കെ തേച്ച് കഴിയുന്നുണ്ടല്ലോ ഒന്നും പറയണ്ട. അത്രയ്ക്ക് നല്ല മുട്ടിനൊക്കെ എന്നാ ഒരു എന്നങ്ങ് തേച്ചങ്ങോട്ട് പിടിപ്പിക്കുമ്പോഴത്തേന് എന്നാ ഒരു ഇതാണെന്നറിയോ. എൻ്റെ അമ്മേ, രാവിലെ എഴുന്നേറ്റ് ആ പത്രം ഒരു വായിച്ചിട്ട് എന്തൊക്കെയാണെന്നറിയാം. എന്നൊക്കെ ന്യൂസുകളാണ് നമുക്ക് കാണാനും കേൾക്കാനും കൊള്ളത്തില്ലാതെല്ലാം എന്നാലും ഇതങ്ങ് വായിച്ച് കഴിയുമ്പോഴത്തേന് ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. കാപ്പിയും കൂടെ കൂട്ടി ഇത് കിട്ടിയില്ല പിന്നെ എനിക്ക് കേട്ടോ ഞാൻ അന്നേരം കത്തു. അതാ എൻ്റെ ഫ്രീ. ഞാൻ അത്രയ്ക്ക് ഇത് കിട്ടിയില്ല പിന്നെ എനിക്ക് ഇരിക്കാൻ വേണ്ടാത്തത്. അത് കൊള്ളാമല്ലോ. ഇപ്പം ആനകളൊക്കെ നാട്ടിൽ കൂടെയാണ് നടപ്പ്. രാവിലെ ചായ കുടിക്കാൻ വരുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട യുവാവിനൊപ്പം അറസ്റ്റിൽ. അത് ഈ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ എന്തിനാണെന്ന് ഇപ്പം ഇതൊന്നും ഇല്ല. ഞാനൊക്കെ ഇവിടെ ഒരുപാട് ജീവിക്കുന്നില്ല. ഇതിനൊക്കെ എന്തിൻ്റെ തൂക്കാണെന്ന് അറിയത്തില്ല. യുവതിക്കിട്ട് കൊടുക്കണം. യുവതിയോട് ആര് പറഞ്ഞു? ഇവിടെയൊക്കെ ഇതുണ്ട് 88 വയസ്സ് വരെ ഒരു കുഴപ്പമില്ല, യുവതിയില്ല, അറസ്റ്റും ഇല്ല. പിള്ളേർക്കൊക്കെ പ്രാന്തല്ല. ഇതൊക്കെ ഇല്ലാതെ ഇപ്പോഴും കറക്കി ഇരിക്കുമല്ലേ. അത് കറക്കല തപ്പിയും തടവിയും എന്തൂട്ടാ കിട്ടുന്നു. ഫേസ്ബുക്ക് പോലും എന്തോ ബുക്കാ. അവസാനം ഫേസും ഇല്ല ബുക്കും ഇല്ല. അതാണ്ട് അറസ്റ്റിലും ഹോട്ടൽ മുറിവിൽ തൂങ്ങി. അത് കൊള്ളാം. കാമുകനൊപ്പം ഒളിച്ചോടി. കൊള്ളാമല്ലോ. വയസ്സ് 48. ഇവക്കൊക്കെ തലയ്ക്കകത്ത് ഓളാണ്. എന്തിട്ട കുന്തവാ ദൈവമേ. ദൈവമേ, ഇതൊക്കെ കാണാൻ കാലം പോലെ ഒരു കാലം എന്നാണ്. അതെങ്ങനെയാ തിന്നെല്ലിൻ്റെ ഇടയ്ക്ക് കയറുന്ന രാവിലെ ഏതാണ്ട പേരൊക്കെയാണല്ലോ പറയുന്നത്. ഏതാണ്ട സാധനമൊക്കെ അങ്ങോട്ട് ഓർഡർ കൊടുത്താൽ മതി. ടക്കട്ടക്കട്ടക്കന്ന് ഞെക്കും. വന്നു തള്ളി കയറ്റുമില്ലേ രാവിലെ തൊട്ട് രാത്രി വരെ. കിടക്കപ്പുറതിയില്ല. എങ്ങനെയാ പോകുന്നത്? ഒളിച്ചോട്ടമായി അതായി ഇതായി. നമുക്ക് എന്നാ പറഞ്ഞാലും കഞ്ഞിയും ചമ്മന്തിയൊക്കെ കുറിച്ച് യാത്രയോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റും. ഇത് എന്തിട്ട് കുന്തമൊക്കെയാണ്. എന്നാണ്ടൊക്കെ ചിക്കനാണ് പോലും, മട്ടനാണ്. തള്ളി കയറ്റുമല്ലേ. എനിക്കാണ് അതൊന്നും ചിന്തിക്കാം. അങ്ങനെയൊന്നും എനിക്ക് ഒരു ദിവസം ജീവിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഒരുങ്ങി എത്ര രൂപയാണ് കളയുന്നത്. ഇതെല്ലാം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാം മയക്കാൻ വേണ്ടി മേക്കപ്പ് ചെയ്ത് എത്ര രൂപയാണ് മേക്കപ്പാണ് ചെയ്ത് കൂട്ടുന്നത്. വീട്ടിലൊക്കെ എന്തൊരു വേദനയാണ്. 4 ദിവസം 4 ദിനത്തിൻ്റെ സൂക്കേടാ മനസ്സിലാകുന്നില്ലല്ലോ. പള്ളിപ്പെരുന്നാളിൻ്റെ അത് കണ്ടോ കൊട്ടി ഘോഷിക്കുന്നത്. അപ്പോൾ അയച്ച് അഹങ്കാരം കാണിക്കുന്ന പരിപാടികളെ നോക്കണം. അത് പാപ്പുകൾ വല്ല വീട് വെച്ച് കൊടുത്തുവോ വല്ലതൊക്കെ ചെയ്താൽ പോയി ഒന്നും നടക്കത്തില്ല. അങ്ങനെ പള്ളിക്കാരും ഇവരക്കാരും എല്ലാവരും ഇപ്പം ഇറങ്ങിയേക്കുവോ. എന്ത് ഇവിടെ യോഗാവസാനം ആയെന്നാ തോന്നുന്നു കേട്ടോ. എല്ലാം തീരാൻ പോവാന്ന് തോന്നുന്നത്. എന്നാ ചെയ്യാനാണ്. പിള്ളേർക്കൊന്നും വായിക്കുകയും വേണ്ട, പത്രവും വായിക്കേണ്ട, ഒന്നും വായിക്കേണ്ട. അവർക്കൊന്നും അറിയാനൊന്നും ഇല്ലല്ലോ. അറിവൊന്നും വേണ്ട അവർക്ക്. എന്തൊക്കെ കാര്യങ്ങളാണേലും അവർ പറയുന്ന അറിവൊന്നും ഇത് വേണ്ടെന്നോ, ഇതിനകത്ത് കൊന്നതും ചത്തതും തൂക്കിക്കൊന്നൊക്കെ ഉള്ളതെന്ന് അവർ പറയുന്നത് അവർക്ക് അവിടെ അവരുടെ മൊബൈലിൽ നിന്ന് കിട്ടും. ഇപ്പം നാട്ടിൽ നടക്കുന്നതല്ല, ചന്ദ്രനിൽ നടക്കുന്നത്, ചൊവ്വായി നടക്കുന്ന കാര്യങ്ങൾ. ഇവ പറച്ചിൽ കേട്ട് ചൊവ്വായി പോയി അങ്ങ് ജീവിക്കാൻ പോവാം. നടക്കട്ടെ, എന്തേലും കാണിക്കട്ടെ.
ഞാൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം. ചൊവ്വാകാനുള്ളത് ചൊവ്വാകും, ഇല്ലാത്തവൻ്റെയൊക്കെ ഗതി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യം. എനിക്ക് പറ്റത്തില്ല ഈ ലിപ്സ്റ്റിക്കും തേച്ച് രാവിലെ പോയിട്ട് ഇങ്ങനെ ഞാനെന്നാ സോഷ്യൽ ലേഡിയോ സൊസൈറ്റി ലേഡിയോ ഏട്ടാക്ക രാവിലെ ബാഗ് തൂക്കി ഇങ്ങനെ നടക്കും. എന്നിട്ട് ജിമ്മിൽ പോക്കി കിടന്ന് ചാട്ടമാണ്. എന്നാൽ അടുക്കളയിലെ വീട്ട് ഇത് ആ മുറ്റത്ത് വെച്ചിരിക്കുന്ന 2 പിന്നെ ചീനിയുടെ ചോട്ടിലെ കള പറിക്കാൻ പറഞ്ഞാൽ വലിയത്തില്ല, നൂരത്തില്ല, കുനിയാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ജിമ്മിൽ കൊണ്ട് ചാട്ടവിടാ ചാട്ടം. എന്നിട്ട് എന്നാ 2 കിലോ കുറയും. പിന്നെ അത് കുറഞ്ഞിട്ട് വീട്ടിൽ കയറി വന്നിട്ട് കാറെടുത്ത് പോകും. എന്തൊട്ട് ഇതാക്കിയാന്ന് പറഞ്ഞിട്ട് കാര്യം ശരിയാൻ പറ്റും. അങ്ങേരും വല്ല ഇതുവല്ല അറിയുന്നുണ്ടോ? ഇവിടെ ഞാനല്ലേ അനുഭവിക്കുന്നതിൻ്റെ കൂടെ. ഞാൻ ഗൾഫിലെങ്ങാനും പോയി താമസിക്കണമെങ്കിലും ഗതി വന്ന് തീർന്ന് എനിക്ക് ചിന്തിക്കാനേ ഉള്ളൂ. അതിനു മുമ്പ് എന്നെ വിളിച്ചേക്കണേ. എൻ്റെ ദൈവമേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണൊക്കെ ഇല്ലാതെ ഇനി എനിക്ക് ജീവിക്കുന്ന കാര്യം ചെയ്യാൻ ചിന്തിക്കാൻ പറ്റില്ല. അല്ല തിരിച്ച് നാട്ടിലോട്ട് ചെല്ലുന്നില്ല. അങ്ങനെ ഞാനാണെ ഫോൺ ഉപയോഗിക്കുന്നതിന് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കൊച്ചുമക്കളെ എല്ലാം കുറ്റം പറഞ്ഞിട്ട് ഇപ്പം ഈ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വെക്കാൻ എനിക്ക് പറ്റത്തില്ല. ഫേസ്ബുക്ക് ഫ്രണ്ട്സിൻ്റെ ഓരോന്ന് കാണാനൊരു ആഗ്രഹം. അവരെന്തായിരിക്കും നമ്മുടെ സ്റ്റാറ്റസിന് റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെ ഇവരെന്താ പുതിയ ഫ്രണ്ട്സ്. എൻ്റെ ഞാനിതാണല്ലോ പിള്ളേരെയൊക്കെ കുറ്റം പറഞ്ഞത്. അയ്യോ, ഇത് താഴെ വെക്കാൻ എനിക്ക് തന്നെ തോന്നില്ല. ഇങ്ങനെ ചാരിക്കിടന്നിങ്ങനെ ഇതൊക്കെ ഒന്ന് കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എത്ര കാലം ഞാൻ നശിപ്പിച്ചു പോയി. എൻ്റെ ദൈവമേ, എനിക്ക് ചിന്തിക്കാൻ വേണം ഇതൊന്നും ഇല്ലാത്തൊരു ജീവിതത്തെ പറ്റി. അതാണ് നോക്ക്, ഇതിൻ്റെ അകത്തിരുന്ന് എല്ലാം ഓർഡർ ചെയ്യാം, എല്ലാം ഓർഡർ ചെയ്ത്. അയ്യോ ഇതന്നെ കണ്ടു ഞാൻ പഠിച്ചതാണല്ലോ ഓഫറിൻ്റെ എടുക്കുന്ന. അത് വേറെ ഉണ്ടോ? ഇത് KFCയുടെ സ്പെഷ്യൽ ഓഫർ. അടിപൊളി. മേടിച്ചത് തന്നെ ഇവിടെ ഇരിക്കുവാണല്ലോ. അയ്യോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് KFC ഒക്കെ കഴിക്കുക. അല്ലെങ്കിൽ അവള് വെക്കുന്ന അയ്യോ നെടുഞ്ചാറ് വേമനാട്ടക്കാര് വെട്ടി ഒരുക്കുക, കുറേ തേങ്ങാപ്പാലാണ്, കുറച്ച് മീന്, ചാറ്, ഇറച്ചി. അതൊക്കെ ഇനി ആർക്ക് വേണം? അല്ല KFCയുടെ ചിക്കനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പൊളിഞ്ഞ സാധനം കിട്ടും. എൻ്റെ അമ്മ, ഇതൊന്നും ഇല്ല. എനിക്ക് ചിന്തിക്കാൻ വേണ്ട. ഞാനില്ല നാട്ടിലോട്ടൊന്നും, എനിക്ക് വേണ്ട. ഗൾഫ് എന്ന് പറഞ്ഞാൽ എന്തോ പുച്ഛിച്ചിട്ടുണ്ട്. വെറുതെ അല്ല ഓരോരുത്തന്മാരൊക്കെ ഇവിടെ വന്നിട്ട് ഇരിപ്പായിട്ട് തിരിച്ചു വരികയാത്ത അല്ലേ. 10,000 രൂപ മുടക്കിയാൽ എന്നാ പണ്ടാണെ പറയും പൂത പോലെ ഇറങ്ങിയ കുറെ എണ്ണ വാരി ചോദിക്കട്ടത്. ഇപ്പൊ മനസ്സിലായി കാശ് കൊടുത്താൽ എന്താ ലുക്കായി. അങ്ങേര് മരിച്ചു പോയിട്ട് 10 വർഷമായാലും എന്നെ കണ്ട ചെറുപ്പമെന്ന് ആളുകൾ പറയും. മക്കളോട് എങ്ങനെയാ അവതരിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പം ഇപ്പോഴും നല്ല പ്രപ്പോസൽസ് ഒക്കെ വരുന്നുണ്ട്. എങ്ങനെയാ വെയിലത്തിറങ്ങുന്ന ലേസിക്കകത്ത് ഇങ്ങനെ ഇരിക്കുമല്ലേ, വെയിലത്തിറങ്ങിയ ഉടനെ കാറ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. നേരത്തെ എങ്ങാനും പോരേണ്ടതാണ്. കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മുതുക്കികളെല്ലാം ഈ കുറ്റം പറഞ്ഞു. എന്നെ പോലുള്ള ചെറുപ്പ ചിന്താഗതികളുള്ളവർ വേണം. വലിയ കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാനും കുറേ പറഞ്ഞിട്ടുള്ളൂ. പ്രാർത്ഥിക്കുന്നതാണ് താഴെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഞാനൊക്കെ ഇത്ര നല്ല സൗകര്യം ഇത്ര നല്ല ഇതെല്ലാം കാണാൻ താഴെ ഇരിക്കേണ്ട ആവശ്യമെന്നാ? ഞാൻ എന്ത് പൊട്ടത്തരങ്ങളാണ് കാണിച്ച്. അത് തന്നെയല്ലേ ഇതാ പുതിയ മേക്കപ്പതിൻ്റെ സാധനങ്ങളൊക്കെ. ഇതൊക്കെ ഒന്ന് തേക്കേണ്ട പ്രായത്തിൽ തേക്കാൻ പറ്റും. ഇനി അതാണ് ഞാൻ എൻ്റെ ജീവിതം ഞാൻ നശിപ്പിക്കുന്നില്ല. ഞാൻ കുറച്ച് ആസ്വദിച്ചിട്ട് ഇരിക്കാൻ പറ്റും. ഒക്കെ അങ്ങ് തേച്ച് അങ്ങ് സെറ്റപ്പായിട്ട് അങ്ങ് ലിപ്സ്റ്റിക്കൊക്കെ ഇടാം. അതിന് ചിക്കനും ബുക്കനും ഒക്കെ തിന്ന് എല്ലാ ലിപ്സ്റ്റിക്കെല്ലാം പോയി. ഫോണിൻ്റെ നോക്കാം. ഫോണിൻ്റെ സൗകര്യം നോക്കി എന്തല്ല ഇച്ചിരി ഇവിടെ കുറവുണ്ട്. തേക്കട്ടെ. ഞാനിത്ര എൻ്റെ ഈ ഒരു മാറ്റം ഉണ്ടല്ലോ എനിക്ക് തന്നെ അത്ഭുതമാണ്. എനിക്ക് എന്നോട് തന്നെ ശിഷ്യത്വം എടുത്ത് പഠിക്കാമെന്ന് തോന്നുന്നു. തന്നെ മേക്കപ്പ് ഒക്കെയാണ്. എന്നിട്ടാണ് 3000 രൂപ എൻ്റെ മുടിക്ക് ഇത് വേണ്ടി ആ ബ്യൂട്ടി പാർലറിൽ മേടിച്ചു. അടുത്ത പ്രാവശ്യം ആട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം. കാശ് കൊടുത്താൽ എന്നാ സെറ്റപ്പല്ലേ? പക്ഷെ പ്രാന്തി പോലെ അല്ലല്ലേ, ഇപ്പോഴത്തെ സ്റ്റൈലാണിത്. ഇതൊക്കെയാണ് ഓരോരുത്തർ വലിയ ഇതാന്ന് പറയുന്നത്. നോക്കാം എൻ്റെ മുടി എന്താ ഒരു ഇപ്പൊ പിള്ളേരോട് പറഞ്ഞ പിള്ളേർ അമ്മയുടെ എണ്ണയും കുഴപ്പമൊക്കെ വിട്ടോന്നോ? സിറോ തേക്കുന്ന ഞാൻ ചിരി നല്ല എനിക്ക് ഒരു ഫോട്ടോ എടുത്തേ. ശരിയല്ല. ഓക്കെ
അതിരിക്കട്ടെ, ഇന്നത്തെ എന്നാ ഓർഡർ ചെയ്യേണ്ടത് നോക്കട്ടെ. എന്നോടാ കളി. ഓ, ഹോട്ട് ഡോഗ് ആയിരിക്കട്ടെ. അവളെ റോസി എൻ്റെ മരുമോള് വിളിക്കുമ്പം പറയണം, എടീ കണ്ടോ, നീ വിചാരിച്ചോളടി ഞാൻ ഇവിടെ കഴിക്കുന്ന ഷവർമ്മ അതുകൂടെ ഒന്ന് പറയാം. എന്തിനാ മോശമാക്കുന്നത്? ഇട്ട് കഴിയുന്ന നാട്ടിയാൽ ഇതുവല്ലം കിട്ടുമോ? വായിലോട്ട് വെക്കാത്ത കുറേ സാധനം രാവിലെ ഉണ്ടാക്കിയത്. കുറുക്ക് പോലും, കുറുക്ക് ആരോഗ്യത്തിന് ആർക്ക് വേണം? ഇനി എൻ്റെ പട്ടി പോലും കഴിക്കില്ല ഒന്നും. മഹാ തിക്ക, ചിക്കൻ തിക്ക, ബീഫ് തിക്ക, ഫ്രൈഡ്, ലുലുകിലു എന്നൊക്കെയാണോ പേരുകൾ? പേരെന്താണ് എന്നാ സാധനം എന്നാന്ന് പറഞ്ഞാൽ പോലെ കുഴപ്പമില്ല. എന്തായാലും പൊളി സാധനങ്ങളാട്ടോ. എന്നാലും ഓർഡർ ചെയ്തിട്ടുള്ളൂ ബാക്കിക്കാർ. അതിൻ്റെ വാക്കന ഇംഗ്ലീഷ് പുസ്തകത്തിൽ നോക്കട്ടെ. ഇംഗ്ലീഷ് പുസ്തകത്തിൽ നോക്കി കണ്ടുപിടിക്കണമല്ലോ വാക്കുകളുടെ അർത്ഥങ്ങൾ ഇപ്പോൾ ഒരു വലിയ പ്രശ്നമായി മാറിയേക്കുക. അടിപൊളി. ഈ പോകുന്ന പാട്ട് 10 വർഷം മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് നിൽക്കേണ്ടവളല്ല, പിടിച്ചാൽ കിട്ടാത്തവണ്ടെ ഞാനിങ്ങനെ പോയനായിരുന്നു. എൻ്റെ മുടിയൊക്കെ പക്ഷെ കുഴപ്പമില്ല, കാറിലൊക്കെ പോകുന്നത് മുടിയൊന്നും അങ്ങനെ പോകുന്നൊന്നുമില്ല. എന്തായാലും നോക്കി ഇത് ഓർഡർ ചെയ്തേക്കാം. ഓ, പ്രോഗ്രാമിൽ പോയി തേച്ചെടുക്കി കാലൊക്കെ നല്ല മേന്തിയൊക്കെ ഇട്ട് ഞാൻ സെറ്റപ്പാക്കി. എൻ്റെ കാലൊക്കെ ഉണ്ട്. ഈ കാല് ഞാൻ നിലത്തോട്ട് വെക്കുന്ന പരിപാടിയില്ല. അന്ന് വെച്ചാൽ അതെല്ലാം മണ്ണിൽ കുന്നും കുഴിയിലൊന്നും ഞാൻ പോകുന്നു. ഓ, പച്ചക്കറി തോട്ടമൊക്കെ ഇത്ര നല്ല കാലും വെച്ച് നടന്ന് നശിപ്പിക്കാനോ വയ്യോ നോക്കി. എന്തൊക്കെ സ്റ്റൈലിതാണ്. ഇത് 88 വയസ്സിന് നല്ലതെന്ന് എന്നെ കണ്ടാൽ പറയൂ? ഒരിക്കലും ഇല്ല, ഇല്ലേ ഇല്ല. നമുക്ക് വെറുതെ അല്ല കേട്ടോ, മോഡൽസും ആൾക്കാരും ഒക്കെ ഇങ്ങനെ ഇറങ്ങുന്നത് ഇത്ര സുന്ദരിയായിട്ട്. ഒരിക്കലും ഞാനോർത്ത് ഇത് എങ്ങനെയാണ് പറ്റുന്നതെന്ന്. ഇതൊക്കെ അങ്ങ് തേച്ചൊന്നും സെറ്റപ്പായി കഴിഞ്ഞാണ്ടല്ലോ. ഇനി നാട്ടിലെങ്ങാനും പോയിട്ട് എന്നോട് പൗഡറെങ്ങാനും എടുത്തിട്ട് ഇതിങ്ങനെ തേക്കുന്നതിനകത്താന്ന് ചോദിച്ചാൽ 100-500 രൂപ മുടക്കിയൊന്നും പറ്റിയാലും പറഞ്ഞ അപ്പോഴാണ് എൻ്റെ തനി നിറം ഞാൻ കാണിക്കാൻ പോകുന്നത്. എൻ്റെ ഈ സ്റ്റാൻഡേർഡൊക്കെ എന്നെ കൊണ്ട് കൊളയും. താഴെ ഇരുന്നുമാലും എനിക്ക് പ്രാർത്ഥിക്കേണ്ട വന്നാൽ അപ്പോഴാണ് ഞാൻ ഈ സ്വഭാവയിടയ്ക്ക് ചാരി കിടന്ന് ഈ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ആ സ്റ്റൈൽ ഒക്കെ ഇട്ട് ഇപ്പോൾ ഷോളൊക്കെ ഇടുന്നു. ഇപ്പോൾ ഷോളൊന്നും ഇടാൻ പോയി. ഇപ്പോൾ കാലൊക്കെ നീട്ടി വെച്ചൊന്ന് കിടന്ന് വെക്കണം.